എന്റെ പ്രണാമം. ബ്രഹ്മസൂത്രത്തിലെ ചതുസ്സൂത്രിയിൽ 4ാമത്തെ സൂത്രമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തത്വസമന്വയാത് എന്നാണ് സൂത്രം. തത് തു സമന്വയാത് എന്ന 3 പദങ്ങളടങ്ങുന്ന സൂത്രമാണ്. അത് ചേർച്ചയുള്ളതുകൊണ്ട് ഏത് ഉപനിഷത്ത് ബ്രഹ്മത്തെ വിവരിക്കുന്ന വാക്യങ്ങൾ ഒന്നും കർമ്മവുമായി ഒരു ബന്ധവും ഉള്ളവയല്ല. ബ്രഹ്മത്തിന്റെ സ്വരൂപം നമ്മുടെ മുന്നിൽ സമർപ്പിക്കുന്നു. ആ സ്വരൂപ സമർപ്പണം കൊണ്ട് തന്നെ വേണ്ടവണ്ണം ധരിക്കുമെങ്കിൽ ജീവിതം ധന്യമായിത്തീരും. അതിനോട് ചേർത്ത് വിശേഷിച്ചൊരു കർമ്മവും ചെയ്യാനില്ല. ആ സ്വരൂപം ധരിക്കുകയേ വേണ്ടൂ. അപ്പോൾ ചില കർമ്മങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആത്മാവിനെക്കുറിച്ച് കേൾക്കണം, ശ്രോതവിവേക, മന്ദവിവേക, ദ്രഷ്ടവിവേക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇല്ല, അതൊന്നും ബ്രഹ്മത്തോട് നേരിട്ട് ബന്ധമുള്ള കർമ്മങ്ങളല്ല. പിന്നെയോ പ്രതിബന്ധം മാറ്റാൻ ബ്രഹ്മാനുഭവത്തിന് തടസ്സങ്ങളായി അജ്ഞാനജന്യങ്ങളായ ചില പ്രതിബന്ധങ്ങളുണ്ട്. ആ പ്രതിബന്ധങ്ങളെ മാറ്റാനാണ്. അല്ലാതെ ബ്രഹ്മത്തെ ഉണ്ടാക്കാനോ ബ്രഹ്മത്തെ പ്രാപിക്കാനോ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന വസ്തുവിനെ ഇനി എവിടെ പ്രാപിക്കാൻ? ജനിക്കാത്ത മരിക്കാത്ത പൂർണ്ണ വസ്തുവിനെ ഇനി എന്തുണ്ടാക്കാൻ? അതുകൊണ്ട് കർമ്മത്തിനൊന്നും ബ്രഹ്മത്തോട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ധ്യാനിക്കാനൊക്കെ പറഞ്ഞിരിക്കുന്നതോ ഒക്കെ പ്രതിബന്ധം മാറ്റാൻ. അപ്പോൾ ധ്യാനം, എന്തിന് ധ്യാനം എന്ന് വെച്ചാൽ പ്രതിബന്ധം മാറ്റാൻ. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ധ്യാനം തന്നെ എന്തിന് എന്ന് ശാന്താനന്ദഗിരി സ്വാമികൾ എഴുതിയ ഒരു പുസ്തകം ഇവിടെ ഉണ്ട്. അത് വായിച്ചു നോക്കുക. അതിൽ ഈ ധ്യാനത്തിന്റെ യഥാർത്ഥ രൂപം പ്രതിബന്ധം അകറ്റുകയാണ്, അല്ലാതെ ആത്മാവിനെ ഉണ്ടാക്കിയെടുക്കുകയല്ല എന്ന് വ്യക്തമായി അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോ കർമ്മത്തിനൊന്നും നേരിട്ട് ബ്രഹ്മത്തോട് ബന്ധമില്ല. കർമ്മം വാസ്തവത്തിലില്ല എന്ന് വെച്ച് കർമ്മത്തെ ഉദാസീനമായി തള്ളിക്കളയണം എന്നല്ല. കർമ്മപരമായ എല്ലാ കാര്യങ്ങളും ഗീത വിവരിക്കുന്നുണ്ട്. നമ്മളിപ്പോ തന്നെ കേട്ടില്ലേ, ഭക്ഷണകാര്യങ്ങൾ ഉൾപ്പെടെ. അതൊക്കെ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി പരമാവധി കേട്ട് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും വേണം. പക്ഷെ അതൊന്നും ബ്രഹ്മബോധത്തിന് നേരിട്ട് നമ്മെ സഹായിക്കുന്നതിൽ ഒരു കർമ്മവും, പൂജാതി കർമ്മങ്ങൾ പോലും നേരിട്ട് ബ്രഹ്മബോധത്തിന് സഹായിക്കില്ല. പിന്നെ എന്തു വേണം? വിചാരം, ശാസ്ത്രവിചാരം. അതറിയണം. ഞാൻ അതാണ് എന്ന വസ്തുത അറിയണം. ഇതിന് ഒരുപാട് വേദാന്ത വാക്യങ്ങളുണ്ട്, ബ്രഹ്മത്തെ വിവരിക്കുന്ന വാക്യങ്ങൾ. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ സമയമുണ്ടാവില്ല. ഒരു ഒറ്റ ഭാഗം ഞാൻ എടുത്തു കാണിക്കാം. ഛാന്തോഗ്യോപനിഷത്തിലെ 7ാം അധ്യായം സനത്കുമാരൻ നാരദന് ബ്രഹ്മസ്വരൂപം വിവരിച്ചു കൊടുക്കുന്ന ഭാഗമാണ്. ഇതിന് കർമ്മവുമായി വല്ല ബന്ധവും ഉണ്ടോ എന്ന് നോക്കുക. നാരദൻ ഋഷിമാരുടെ വാക്കുകൾ കേട്ടിട്ടുണ്ട്. തരതി ശോകമാത്മവിത്ത്, ആത്മാവിനെ അറിയുന്നയാൾ ശോകത്തെ കടക്കുന്നു. നാരദന് ഇത് വളരെ കാലമായി കേട്ടു, പഠിച്ചു. വേദങ്ങൾ 4ഉം ശാസ്ത്രങ്ങൾ 6ഉം പിന്നെ എന്തെന്തൊക്കെയോ അറിവുകൾ, ലോകത്തുള്ള മിക്കവാറും എല്ലാ അറിവുകളും, അന്നുണ്ടായിരുന്ന അറിവുകളെല്ലാം നാരദൻ പഠിച്ചു വശത്താക്കി, പുസ്തകമൊക്കെ വായിച്ചു. പക്ഷെ ശോകം മറന്നില്ല. ഇതാണല്ലോ പഠിക്കുക എന്നുള്ള കർമ്മം. ഒരുപാട് യജ്ഞങ്ങളിലൊക്കെ പങ്കുകൊണ്ടു, പൂജാകർമ്മങ്ങളൊക്കെ നടത്തി. പക്ഷെ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത്രയേ ഉള്ളൂ. ശോകം, ദുഃഖം മാറുന്നുണ്ടോ? ദുഃഖമോചനമാണ് മോക്ഷം. ദിവസേന ദുഃഖം കുറഞ്ഞ് ഒടുവിൽ
ദുഃഖത്തിന്റെ ലേശം പോലും ഇല്ല എന്നൊരവസ്ഥ ഈ ജീവിതത്തിൽ നേടാൻ പറ്റുമോ? പറ്റുമെങ്കിൽ മോക്ഷം. ദുഃഖ സംയോഗ വിയോഗം യോഗം എന്നാണ് യോഗത്തിന്റെ പ്രയോജനം. യോഗത്തിന്റെ നിർവചനമല്ല. യോഗത്തിന്റെ നിർവചനം സിദ്ധ്യസിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ. ഇതാണ് നിർവചനം. യോഗത്തിന്റെ പ്രയോജനം എന്താ? ദുഃഖ സംയോഗ വിയോഗം യോഗസംഹിതം. ദുഃഖം എന്നേക്കുമായി നമുക്ക് മാറിക്കിട്ടണം. ഇവിടെ വെച്ച് പൂർണ്ണമായ ദുഃഖം മാറിയാൽ ഇവിടെ വെച്ച് മോക്ഷം. ഇതാണ് സ്ഥിതി. അപ്പൊ നാരദൻ ഇതൊക്കെ പഠിച്ചിട്ടും ആത്മാവിനെ അറിഞ്ഞ ആളിന് ശോകം കടന്നു പോകാൻ കഴിയും. ഇതൊക്കെ പഠിച്ചു നോക്കി, പക്ഷെ ശോകം മാറുന്നില്ല. അദ്ദേഹം നേരെ സനത്കുമാരന്റെ അടുത്തെന്നും ഭഗവൻ ഇങ്ങനെയാണ് അങ്ങനെപ്പോലെയുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പറയുന്നതായി കേട്ടിട്ടുണ്ട്. എന്ത്? തരതി ശോകം ആത്മവിത്ത്. പൂർണ്ണമായി ശോകം മാറണം. ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആത്മാവിനെ വേണ്ട പോലെ അറിഞ്ഞ് അനുഭവിക്കുക. അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. ആത്മവിത്ത് ശോകം തരത്തി. ഞാനെല്ലാം പഠിച്ചു, ഒരുപാട് പഠിച്ചു, പക്ഷെ എനിക്ക് ശോകം മാറുന്നില്ല. അപ്പൊ സനത്കുമാരൻ ചോദിച്ചു, എന്തൊക്കെ പഠിച്ചു ഒന്ന് പറയൂ. വലിയൊരു ലിസ്റ്റ് നാരദൻ സനത്കുമാരന്റെ മുമ്പിൽ വെക്കുക. വേദങ്ങളും വേദാംഗങ്ങളും അതുപോലുള്ള ഭൗതിക ശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ചത് മുമ്പിൽ വെച്ചു. ഒടുവിൽ സനത്കുമാരൻ എന്ത് പറഞ്ഞു? അവർക്ക് വളരെ വിസ്തരിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഛാന്ദോഗ്യോപനിഷത്ത് 7-ാം അധ്യായം വായിച്ചു നോക്കുക. അതിന്റെ ഭാഷ്യവും ഒക്കെ ഇവിടെ ഉണ്ട് വിശദമായ. ഒടുവിൽ സനത്കുമാരൻ പറഞ്ഞു, അത് ശരി, നീ ഇത്രയൊക്കെ പഠിച്ചുവല്ലേ? ഇത്രയൊക്കെ പഠിച്ചതെല്ലാം വെറും കുറെ ശബ്ദങ്ങൾ. അതിൽ കൂടുതൽ നിനക്ക് ഒരറിവും ഉണ്ടായിട്ടില്ല. എന്താ? ഒരു രൂപം മാറുമ്പോൾ വേറൊരു രൂപം വരും, അതിനൊരു പേര്, ആദ്യത്തെ രൂപത്തിനൊരു പേര്. ഇതൊക്കെ പുതിയ കണ്ടുപിടുത്തമാണ്, അറിവാണ് എന്നും പറഞ്ഞിങ്ങനെ ഇപ്പൊ നമുക്ക് കമ്പ്യൂട്ടർ വരെ ഉണ്ടല്ലോ. ഒക്കെ ഓരോ നാമരൂപങ്ങൾ. ആത്മാവിൽ അഥവാ ബോധത്തിൽ മാറി മാറി വരുന്ന നാമരൂപങ്ങൾ. നാമരൂപങ്ങളെ മാറ്റിയിട്ട് അതെന്തോ വസ്തുവിന്റെ കണ്ടുപിടുത്തമാണെന്ന് ഭ്രമിച്ച് അതൊക്കെ പഠിച്ചു വെക്കുകയാണ്. ഒക്കെ അങ്ങനെ വരുമ്പോൾ ഈ വസ്തുബോധം ഇല്ലെങ്കിൽ ആ പഠിത്തം തന്നെ ഒരു ബുദ്ധിക്ക് വലിയ കുഴപ്പമുണ്ടാക്കും. ഞാൻ ഈയിടെ ഒരു ടിവിയിലൊക്കെ ഒരു മാത്തമാറ്റിക്സിൽ അങ്ങേയറ്റം അറിവുള്ള അധികം പ്രായമാകാത്ത ഒരു ചെറുപ്പക്കാരനെ ടിവിയിലൊക്കെ പ്രദർശിപ്പിച്ചിരുന്നു. അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ നടക്കുകയാണ്. ഈ മാത്തമാറ്റിക്സ് ഫോർമുലകളെല്ലാം അങ്ങോട്ട് പഠിച്ച് ഒടുവിലായപ്പോ എന്താ ഒരു സ്വസ്ഥതയില്ല. എങ്ങനെ ഇതൊക്കെ അങ്ങനെ തലച്ചോറിൽ ശേഖരിച്ച് വച്ചിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് സ്വസ്ഥത കൊടുക്കാൻ? ഏത് ശാസ്ത്രമോ ശ്രദ്ധിച്ചു നോക്കുക. അതിലൂടെ ഞാൻ ഈയിടെ പറഞ്ഞത്, ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഫിസിസിസ്റ്റ് സ്റ്റീഫൻ ഹോക്കിൻസ് ഇടയ്ക്ക് ഡൽഹിയിൽ വന്നിരുന്നു. അദ്ദേഹം ആകെ തളർന്ന്, നർവെല്ലാം തളർന്ന് വീൽ ചെയറിൽ സഞ്ചരിക്കുകയാണ്. അദ്ദേഹം ചോദിച്ച ചോദ്യം, ഞാൻ എന്തിനു ജനിച്ചു? ഈ ഫിസിക്സ് ഒന്നും എനിക്ക് യാതൊരു സുഖവും തരുന്നില്ല. ഇതിന്റെ അർത്ഥം ഫിസിക്സ് വേണ്ടെന്നോ അതിന്റെ കണ്ടുപിടുത്തങ്ങൾ വേണ്ടെന്നോ ഒന്നുമല്ല. അങ്ങനെ ഒരിക്കലും ധരിക്കരുത്. ശാസ്ത്രീയപരമായ പരമസത്യം ഫിസിക്സിനോ കെമിസ്ട്രിക്കോ മാത്തമാറ്റിക്സിനോ ഒന്നും കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ഒരിടത്ത് പോയതുകൊണ്ടും കിട്ടില്ല. ആ സത്യം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഉപനിഷത്ത് സത്യം പഠിച്ച് മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കുക. അതല്ലാതെ അതിന് വേറെ മാർഗമൊന്നുമില്ല. അപ്പോ സനത്കുമാരൻ നാരദനോട് പറഞ്ഞു, നീ ഇത്രനാളും പഠിച്ചതൊക്കെ വെറും കുറെ ശബ്ദങ്ങൾ, രൂപങ്ങൾ മാറുമ്പോൾ അതിന് പേരുകൾ കൊടുക്കുന്നു. നീ അതെല്ലാം ഇങ്ങനെ തലച്ചോറിൽ ശേഖരിച്ചു വെക്കുന്നു. ഇതുകൊണ്ടൊന്നും ശോകം കടക്കാൻ സാധ്യമല്ല. എന്നാൽ ഭഗവാൻ എന്താണ് ആത്മാവ്? അത് മറ്റൊന്നുമല്ല,
ആത്മാവിന് അവിടെ സനത്കുമാരൻ ഭൂമ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഭൂമവിദ്യ എന്നാണ് ഈ 7-ാം അധ്യായത്തിന്റെ പേര് തന്നെ. ഭൂമാവെന്ന് പറഞ്ഞാൽ പൂർണ്ണവസ്തു. പൂർണ്ണവസ്തു. പൂർണ്ണവസ്തുവിനെ കണ്ടെത്തൂ. പൂർണ്ണവസ്തുവിന്റെ അറിവ് മാത്രമേ സുഖം തരൂ. ഭൂമാവൈ സുഖം. ഭൂമാവ് മാത്രമാണ് സുഖം. അതിന്റെ വിപരീതം അല്പം. പൂർണ്ണത്തിന്റെ വിപരീതം അല്പം. ന അല്പേ സുഖമസ്തി. അല്പത്തിൽ സുഖമില്ല. നിങ്ങൾ പൂർണ്ണവസ്തുവിനെ നാമരൂപങ്ങളായി വിഭജിച്ച് അല്പാൽപമായി ആശ്രയിക്കുന്നു സുഖത്തിന്. ഒരിക്കലും സുഖം, കാര്യമായ സുഖം അവിടെ കിട്ടുകയില്ല. ഈ സിദ്ധാന്തമാണ് സനത്കുമാരൻ നാരദനെ പഠിപ്പിക്കുന്നത്. ഭൂമാവൈ സുഖം. എടോ, നമുക്കും ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ, ഒരു പൂർണ്ണത ഇല്ലെങ്കിൽ പിന്നെന്താ സുഖം? ഭൂമാവാണ് സുഖം. ന അല്പേ സുഖമസ്തി. അല്പത്തിൽ സുഖമില്ല. അത് ശരി, പൂർണ്ണവസ്തുവിനെ ഗ്രഹിക്കാം. എന്താണ് പൂർണ്ണവസ്തു? അത് എത്ര നാന്യത് പശ്യതി നാന്യത് ശൃണോതി നാന്യത് വിജാനാതി തദ്ഭൂമ. എവിടെ മറ്റൊന്ന് കേൾക്കാനില്ലയോ, മറ്റൊന്ന് മനനം ചെയ്യാനില്ലയോ, മറ്റൊന്ന് അനുഭവിക്കാനില്ലയോ, അതാണ് ഭൂമ. എത്ര നാന്യത് ശൃണോതി നാന്യത് വിജാനാതി, മറ്റൊന്ന് അറിയാനില്ല, മറ്റൊന്ന് കേൾക്കാനില്ല, മറ്റൊന്ന് മനനം ചെയ്യാനില്ല, എവിടെയാണോ അതാണ് ഭൂമാവ്. ഇവിടെ കർമ്മത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. ഒന്നേ ഉള്ളൂ എന്ന് ഉറപ്പിക്കണം. അതാണ്. അപ്പോ ഇതൊരു ജ്ഞാനം കർമ്മമല്ലേ? ഈ ചോദ്യം ചോദിക്കുന്നു. ഞാനെന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ എന്ന് ഉറപ്പിക്കുന്നത് മാനസികമായ ഒരു കർമ്മമല്ലേ? അപ്പോൾ ആ കർമ്മം കൊണ്ടല്ലേ ഇത് പറ്റൂ? അവിടെയാണ് ആചാര്യസ്വാമികളും മറ്റും വളരെ ഗംഭീരമായ ഒരു സിദ്ധാന്തം മുമ്പിൽ വെക്കുന്നത്. ഈ 2 പദങ്ങളും ഓർമ്മിക്കുക. കർമ്മ കർത്തൃതന്ത്രം, ജ്ഞാനം വസ്തുതന്ത്രം. ജ്ഞാനം സാധാരണ കർമ്മമല്ല, ജ്ഞാനം വസ്തുതന്ത്രമാണ്. കർമ്മ കർത്തൃതന്ത്രം. കർമ്മകർത്തൃതന്ത്രം, ഒരു കർമ്മം കർത്താവിന്റെ ഇഷ്ടം പോലെ മാറ്റിമറിച്ച് ചെയ്യാം, ചെയ്യാതിരിക്കാം. ഒരു കർമ്മം വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യാതിരിക്കാം. ഇപ്പം നമുക്കൊരു സ്ഥലത്ത് പോകണമെങ്കിൽ പോവാം, പോണ്ടെങ്കിൽ പോകണ്ട. എങ്ങനെ പോകണം? കാൽനടയായിട്ട് പോകണമോ? മാറ്റിമറിച്ച് ചെയ്യാം. സമയം മാറ്റാം. ഇപ്പൊ പോകണ്ട, പിന്നൊരിക്കൽ പോവാം. സൈക്കിളിൽ പോവാം, കാറിൽ പോവാം, ഹെലികോപ്റ്ററിൽ പോവാം, എങ്ങനെയും പോവാം. ഒരു സ്ഥിരതയുമില്ല. ഒരിടത്തെ കർമ്മം ധർമ്മമെന്ന് തോന്നും, മറ്റൊരിടത്ത് അതേ കർമ്മം അങ്ങേയറ്റം അധർമ്മമാണ്. ധർമാധർമ്മങ്ങൾക്കൊന്നും ഒരു വ്യവസ്ഥയുമില്ല. ഇവിടെയാണ് ഇതാദ്യമേ ബ്രഹ്മസൂത്രത്തിൽ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. കർമ്മത്തിനൊന്നും ഒരിടത്തും ഒരു വ്യവസ്ഥയുമില്ല. അന്നൊന്നും ഓരോരുത്തർക്ക് തോന്നുന്ന ഇന്നും അങ്ങനെയല്ലേ? പല പല നിയമങ്ങളും ഉണ്ടാക്കുന്നു, മാറ്റുന്നു, വീണ്ടും ഉണ്ടാക്കുന്നു. കുറെ പേർക്ക് ഇഷ്ടമില്ല. ഒരു ചരിത്രകാരൻ ഇതൊക്കെ ചിലപ്പോൾ രേഖപ്പെടുത്തി വെക്കും. ഇന്ന കാലത്ത് ഇന്ന കർമ്മങ്ങൾ നിലവിലിരുന്നു. ചരിത്രകാരൻ അതിനൊന്നും ഉത്തരവാദിയല്ല. അതുപോലെ ഈ ബ്രഹ്മസൂത്രത്തിലും മറ്റും അപശൂദ്രാധികരണം, വർണ്ണാശ്രമധർമ്മങ്ങൾ ഇതൊക്കെ ഉണ്ട്. അത് അതാത് കാലത്തുണ്ടായിരുന്ന കർമ്മങ്ങൾ. അത് ന്യായമോ അന്യായമോ എന്ന് നോക്കിയിട്ടല്ല, കർമ്മങ്ങളുടെ രേഖപ്പെടുത്തുന്നു. ആ രേഖപ്പെടുത്തുന്നതോടുകൂടി തന്നെ ബ്രഹ്മസൂത്രത്തിൽ ഇത് ആവർത്തിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യൂ, അല്ലെങ്കിൽ ചെയ്യാതിരിക്കൂ. അതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ തന്റെ ഇടമുണ്ടെങ്കിൽ പ്രവർത്തിക്കൂ. നമ്മൾ ഇന്നെന്തെല്ലാം നിയമങ്ങൾ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നു. ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കി വയ്ക്കുന്നു, എന്തെല്ലാം നിയമങ്ങൾ മാറ്റിമറിക്കുന്നു. നിങ്ങൾക്ക് ന്യായമല്ലെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ അതിനെ എതിരായി മാറ്റിമറിക്കൂ. ഇതെന്നും കാണും. കുറെ പേർക്ക് ന്യായമല്ലെന്ന് തോന്നും, കുറെ പേർക്ക് ന്യായമാണെന്ന് തോന്നും.
ഒരു കാലത്ത് ശൂദ്രൻ വേദം പഠിക്കരുതെന്ന് കുറെ പേർ പറയും. ഇന്ന് തന്നെ ഈ ഉപരി ജാതികളിലും മതങ്ങളിലും ഒക്കെ നമുക്കാർക്കും ഇഷ്ടപ്പെടാത്ത ന്യായമല്ലെന്ന് തോന്നുന്ന എത്ര കാര്യങ്ങളുണ്ട്. ഇന്ന് പോലും എന്ത് ചെയ്യാനൊക്കെ ഒരു ചരിത്രകാരൻ അത് രേഖപ്പെടുത്തിയെന്ന് വരാം. പക്ഷെ അതിന് ചരിത്രകാരൻ കുറ്റക്കാരനാണോ? ബ്രഹ്മസൂത്രത്തിൽ ഇങ്ങനെ കർമ്മകാണ്ഡവേദ ഭാഗത്തിലും മറ്റും പറയുന്ന നിരവധി കാര്യങ്ങൾ അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അത് അവിടെ തന്നെ പറയുന്നു കർമ്മ കർത്തൃതന്ത്രം. കർത്തൃതന്ത്രം എന്ന് വെച്ചാൽ കർത്തും ശക്യം, അകർത്തും ശക്യം, അന്യഥാകർത്തും ശക്യം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ആവാം. കർമ്മത്തിന് യാതൊരു നിയമവും ഒരിടത്തുമില്ല. ഇന്ന് തന്നെ ലോകത്ത് പല രാജ്യങ്ങളുണ്ടല്ലോ. ഓരോ രാജ്യങ്ങളുടെയും നിയമങ്ങൾ എടുത്തു നോക്കുക. നമുക്ക് അങ്ങേറ്റം പ്രാകൃതമെന്ന് തോന്നുന്ന എത്ര കാര്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് അവയെല്ലാം നടപ്പാക്കാവുന്നതാണ്. അങ്ങേറ്റം പ്രാകൃതമെന്ന് തോന്നാവുന്ന. അപ്പോ കർമ്മത്തിന് ഒരിടത്തും നിയമമില്ല. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം. ബ്രഹ്മസൂത്രത്തിൽ അപശൂദ്രാധികരണമുണ്ട്, അല്ലെങ്കിൽ അവിടെ ചാതുർവർണ്ണമുണ്ട്. ചാതുർവർണ്ണ നിയമമൊക്കെ അത്യന്തം വസ്തുനിഷ്ഠമാണ്. അത് ശിവാരവിന്ദം ഗീതാഭാഷ്യമുണ്ട്, അത് വാങ്ങിച്ചു നോക്കുക. ചാതുർവർണ്ണ നിയമത്തിൽ ഗീത ആവർത്തിച്ച് പറയുന്നു സ്വഭാവജൻ എടുത്തെടുത്ത് പറയുകയാണ്. അല്ലാതെ ജന്മജമല്ല. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. വേണമെങ്കിൽ ഒരു വൃത്തത്തിനൊന്നും തെറ്റുവരാതെ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ജന്മകർമ്മ വിഭാഗശ എന്ന് പറഞ്ഞുകൂടായിരുന്നു. 3-4 ഗുണങ്ങളാണ്. യുദ്ധം ചെയ്യാൻ കരുത്തുള്ളവരല്ലേ നമുക്ക് പട്ടാളക്കാരായി ക്ഷത്രിയക്കാരായി അംഗീകരിക്കാൻ പറ്റൂ. ജ്ഞാനവും മറ്റും വശത്താക്കിയവരല്ലേ ബ്രാഹ്മണർ എന്ന് പറയാൻ പറ്റൂ. കൃഷിയും മറ്റുമൊക്കെ നടത്താൻ കഴിയുന്നവർ ഇന്നും അങ്ങനെയല്ലേ. ഏത് രാജ്യത്തും ഇത്തരം വിഭജിച്ചിട്ടുണ്ട്. ഓരോ വർണ്ണത്തിനുമുള്ള സ്വഭാവം. അത് സ്വഭാവേന വന്നു ചേരുന്നതാണ്. ആ ജന്മം കൊണ്ടോ മറ്റൊന്നും കൊണ്ടുണ്ടാകുന്നതല്ല. കൃഷ്ണൻ അത് തീർത്ത് പറയുന്നു 18-ാം അധ്യായത്തിൽ. ജന്മകർമ്മ സ്വഭാവജം ആവർത്തിക്കുന്നു. 4 പ്രാവശ്യം ആവർത്തിക്കുന്നു ഈ വർണ്ണനിയമങ്ങൾ പറയുന്നിടത്ത്. ഇത്രയൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടും അവൾ ചാതുർവർണ്ണമുണ്ട്. എന്നാൽ പോലും കർമ്മത്തിനൊന്നും സ്ഥിരതയില്ല. വാസ്തവത്തിൽ ഇവിടെ ഈ ബ്രഹ്മസൂത്ര ഭാഷ്യമുണ്ട്. അതിലെ ഇൻട്രഡക്ഷനിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വേദപഠനം പോലും വേദാഹ അവേദാഹ അവയൊക്കെ കർമ്മമാണ്. സത്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവയൊക്കെ വേണ്ടെന്ന് വെക്കാം. ഉപനിഷത്ത് പഠനം പോലും വേണ്ടെന്ന് വെക്കാം. നമ്മൾ എത്തേണ്ടിടത്ത് എത്തി. ഉപനിഷത്ത് പഠനം ഒരു കർമ്മമാണ്. എത്തേണ്ടിടത്ത് എത്തി. ഇനിയിപ്പോൾ അത് വേണ്ടെങ്കിൽ വേണ്ട. എന്തിനാ? ഒരിടത്ത് എത്തിയയാൾ വീട്ടിലെത്താൻ ടാക്സി പിടിക്കൂ. വീട്ടിലെത്തി. ഇനി ടാക്സി ആരെങ്കിലും നടയിൽ ഇട്ടുകൊണ്ടിരിക്കുമോ? ഒരിക്കലും ചെയ്യില്ല. വീട്ടിലെത്തിയാൽ ഇതൊക്കെ മാർഗങ്ങളും ഉപായങ്ങളുമാണ്. ഗീതയിലും ചർച്ച ചെയ്തിട്ടുള്ള ഒട്ടധികം മാർഗങ്ങളും ഉപായങ്ങളുമാണ്. മാർഗങ്ങളെയും ഉപായങ്ങളെയും ലക്ഷ്യമായി തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് സർവത്ര വാദകോലാഹലങ്ങൾ. സർവത്ര ഭക്തിയാണോ കേമം, ജ്ഞാനമാണോ കേമം, കൃഷ്ണൻ പറഞ്ഞാൽ പോലും ആരും വകവയ്ക്കില്ല. അതാണ് കൃഷ്ണനോട് വ്യക്തമായിട്ട് പറയുന്നു, അർജുന ഇതിതേ ജ്ഞാനമാഖ്യാതം. എന്നാൽ കൃഷ്ണന് പറഞ്ഞുകൂടായിരുന്നു ഇതിതേ ഭക്തിരാഖ്യാത, ഇതിതേ ജ്ഞാനമാഖ്യാതം. ആരോ ഒരാള് ഈയിടെ എന്നോട് പറഞ്ഞു, ഒരാളിനോട് കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ജ്ഞാനമാഖ്യാതം, കൃഷ്ണൻ ഉപദേശിച്ചത് എന്താണെന്ന് അദ്ദേഹം പറഞ്ഞാലും നിങ്ങൾ ഉൾക്കൊള്ളില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ കൃഷ്ണൻ പശുമേച്ച് നടന്ന കൊച്ചൻ, അയാൾക്ക് വിവരമില്ല, പോകാൻ പറ എന്ന് പറഞ്ഞു എന്നാണ്. ഇതാണ് നമ്മളുടെ ഗീതാ പഠനത്തിന്റെയും ഒക്കെ തകരാറ്. അത് സാരമില്ല, ഇരിക്കട്ടെ. എന്തായാലും
നാരദനോട് സനത്കുമാരൻ ഇത് പറഞ്ഞു. ഇവിടെ എന്ത് കർമ്മത്തിനാണ് പ്രസക്തി? എന്ത് കർമ്മം ചെയ്തിട്ടാണ് ബ്രഹ്മാനുഭവം ഉണ്ടാക്കേണ്ടത്? ബ്രഹ്മാനുഭവം ജ്ഞാനമാണ്. അപ്പോ കർമ്മം കർത്തൃതന്ത്രം, ജ്ഞാനം വസ്തുതന്ത്രം. പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ പോലും ഗംഭീരമായ രണ്ട് നിയമമാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ ഒരു കുളത്തെക്കുറിച്ച് അറിയുന്നു. കുളത്തെ അറിയുക എന്നുള്ളത് ഒരു കർമ്മമാണ്. പക്ഷേ അറിയുക എന്ന ഈ കർമ്മത്തിൽ കർത്താവിന് വലിയ പ്രസക്തിയില്ല. കുളവും ഇന്ദ്രിയങ്ങളും ഒരുമിച്ചാൽ കുളം ഉണ്ട് എന്ന അറിവ് സംജാതമാകുന്നു. അത് ഒരുമിച്ചു ഇനി എനിക്ക് അറിവ് വേണ്ട പറയാനൊക്കില്ല. ഒരുമിച്ചാൽ അറിഞ്ഞേ പറ്റൂ. അപ്പോ അറിവ് വേണമെന്നോ വേണ്ടെന്നോ വെക്കാൻ കർത്താവിന് അവകാശമില്ല. ഉപകരണങ്ങളും, അതായത് പ്രമാണവും പദാർത്ഥവും ഒരുമിച്ചാൽ ആ വസ്തുവിനെ അറിയുക എന്നത് സ്വാഭാവികമായി സംഭവിക്കുന്നു. അത് വേണ്ടെന്ന് വയ്ക്കാൻ ഒരിക്കലും കർത്താവിന് സാധ്യമല്ല. ഇനി മാറ്റിമറിച്ചറിയാൻ പറ്റുമോ? കുടത്തെ സൂര്യനായിട്ട് അറിയാൻ പറ്റുമോ? പറ്റില്ല. കുടത്തെ കുടമായിട്ട് തന്നെ അറിയണം. അപ്പൊ കുടത്തെക്കുറിച്ചുള്ള അറിവിൽ കുടത്തിനാണ് പ്രാധാന്യം. എങ്കിലും അറിയുന്ന ആളിന് കുറച്ചൊരു അതിനോട് ചേർച്ചയില്ലേ? ഉണ്ട്, ഇല്ലെന്നാര് പറഞ്ഞു? പക്ഷേ അറിയുന്നയാൾ എത്ര വിചാരിച്ചാലും കുടം അവിടെ ഇല്ലെങ്കിൽ അയാൾക്ക് കുടത്തെ അറിയാനേ പറ്റില്ല. കുടമുണ്ട്, ഇന്ദ്രിയങ്ങൾ അതുമായി ഒരുമിച്ചു, കുടത്തെ അറിഞ്ഞേ തീരൂ. കുടത്തെ കുടമല്ലാതെ മാറ്റിമറിച്ചറിയാൻ സാധ്യമല്ല. അപ്പൊ കുടത്തിനെക്കുറിച്ചുള്ള ജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം വസ്തുവിനാണ്, കുടമെന്ന വസ്തുവിനാണ് പ്രാധാന്യം. ലൗകിക ദൃഷ്ടിയിൽ പോലും ഇതാണ്, ലൗകികമായ ജ്ഞാനത്തിൽ പോലും ഇതാണ് നിയമം. അപ്പൊ പിന്നെ സർവത്ര നിറഞ്ഞു വിലസുന്ന ബ്രഹ്മത്തിന്റെ കാര്യത്തിൽ മറ്റൊരു രീതിയിൽ ഒരാൾക്കറിയാൻ പറ്റുമോ? നിങ്ങൾ ആ ബ്രഹ്മത്തെ അറിയാൻ തീരുമാനിച്ചു, ബ്രഹ്മം പ്രകടമായി, അതുമായിട്ട് ബുദ്ധി ചേർന്നു, ബ്രഹ്മത്തെ ബ്രഹ്മമായി തന്നെ അറിയണം. ഇനി ചിലർ ചോദിക്കാം, മരക്കുറ്റിയെ ഭൂതത്താനായി അറിഞ്ഞാൽ പോരെ? അറിയാം. പക്ഷെ മരക്കുറ്റിയെ ഭൂതത്താനായിട്ടറിഞ്ഞാൽ മരക്കുറ്റിയുടെ ജ്ഞാനം അവിടെ ഇല്ല, ഭൂതത്താന്റെ ജ്ഞാനമേ ഉള്ളൂ. അപ്പോ മരക്കുറ്റിയെ കുറിച്ചുള്ള അറിവല്ലത്. അതാണ് ഭ്രമജ്ഞാനം. അതൊരിക്കലും വസ്തുജ്ഞാനമല്ല. വസ്തുജ്ഞാനം, യഥാർത്ഥ വസ്തുവിനെ അറിയണമെങ്കിൽ അതിലെ പ്രധാന പങ്ക് വസ്തുവിനാണ്. അതുകൊണ്ടാണ് ഉപനിഷത്ത് തന്നെ പറയുന്നത്, നയമാത്മാ പ്രവചനേന ലഭ്യ. ഈ ആത്മാവിനെ പ്രവചനം കൊണ്ടൊന്നും കിട്ടൂല്ല. യമേ വൈഷ വൃണുതേ തേന ലഭ്യ. ആരാണോ ആ സത്യത്തെ എനിക്ക് അനുഭവിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവന് കിട്ടുന്നു. അവന്റെ മിടുക്കുകൊണ്ടല്ല, ഈ തീരുമാനം അവനിലുണ്ടായാൽ. യമേ വൈഷ വൃണുതേ തേന ലഭ്യ തസ്യൈഷ ആത്മാ വിവൃണുതേ തനൂം സ്വാം. അങ്ങനെയുള്ള ആളിന് ഈ ആത്മാവ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആത്മാവാണ്. ഈ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളിൽ തന്നെ അകവും പുറവും നിറഞ്ഞത് നിൽക്കുകയാണ്. ഇനി എന്ത് കർമ്മം കൊണ്ടാണ് അതിനെ കിട്ടാൻ? ഒരു മൂടലുണ്ട്, ആ മൂടൽ മാറ്റണം. ആ മൂടൽ മാറ്റാനുള്ള പ്രധാന ഉപായം എനിക്ക് ഈ സത്യത്തെ അറിയണം എന്ന ദൃഢമായ വിശ്വാസമാണ്, ദൃഢമായ ലക്ഷ്യബോധം. വേദാന്തം പറയുന്നത് ഈ ലക്ഷ്യബോധം നിങ്ങൾക്കുണ്ടോ, സാമഗ്രികൾ തനിയെ വന്നെത്തും. ഇത് നിയമമാണ്. സർവത്ര വ്യാപിച്ചിരിക്കുന്ന സർവശക്തനായ സർവജ്ഞനായ ഈശ്വരൻ ബ്രഹ്മം. ആ ബ്രഹ്മം നിങ്ങളതാണ്. നിങ്ങൾക്കുള്ളിൽ ഈ ബ്രഹ്മത്തെ അനുഭവിക്കാൻ എന്താ മറമാറ്റണം. ആ ഒരു താല്പര്യം ദൃഢമായി വരുന്നു. ഗുരു ഉൾപ്പെടെയുള്ള സാമഗ്രികൾ അയാൾക്ക്
അവിചാരിതമായി ചിലപ്പോൾ വന്നു ചേരും. ഈ താല്പര്യമുണ്ടെങ്കിൽ ഇന്നുവരെ അത് സംഭവിച്ചിട്ടുമുണ്ട്. പക്ഷെ താല്പര്യം വേണം. യമയ വൈഷ വൃണുതേ തേന ലഭ്യ തസ്യേഷ ആത്മാ വിവൃണുതേ തനൂൻ സ്വാം. സ്വന്തം സ്വരൂപം യാദൃച്ഛികമായി തന്നെ ആ ആത്മാവ് മറമാറ്റി തെളിയിച്ച് അവനെ അനുഗ്രഹിക്കുന്നു. പക്ഷേ ഇത് വേണം എന്ന നിർബന്ധം ആദ്യം ഉണ്ടാവണം. വേണ്ടാത്ത ആളിന്റെ മുമ്പിൽ എങ്ങനെ ആത്മാവ് പ്രത്യക്ഷപ്പെടും? ഈ പ്രത്യക്ഷപ്പെടുന്നതിൽ സാധകന്റെ ഒരു കർമ്മത്തിനും പ്രസക്തിയില്ല. എനിക്ക് ആ സത്യത്തെ അറിയണം എന്നുള്ള ആഗ്രഹം ഒരു കർമ്മമല്ലേ? കർമ്മമാണ്. പക്ഷെ ആ കർമ്മം പോലും പ്രതിബന്ധം മാറ്റാനാണോ? അല്ലാതെ ബ്രഹ്മത്തെ ഉണ്ടാക്കാനാണോ? നിറഞ്ഞ് താനായി തന്നെ അയാൾ ഇത് ആഗ്രഹിക്കുമ്പോഴും അയാൾ അതാണ്. അപ്പൊ പിന്നെ അങ്ങനെയുള്ള ഒരു വസ്തുവിനെ ഇനി ഒരു കർമ്മം കൊണ്ട് പ്രാപിക്കേണ്ട കാര്യമുണ്ടോ? ചില ചില്ലറ ദൃഷ്ടാന്തങ്ങൾ ഇതിനൊക്കെ പറയാറുണ്ട്. പണ്ടൊരു സിംഹക്കുട്ടി ഒരാട്ടിൻ പറ്റത്തിൽ പെട്ടുപോയി. അന്നു മുതൽ ഈ സിംഹക്കുട്ടി ഞാൻ ആടാണ് ആടിനെ പോലെ കരഞ്ഞു. അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ആകൃതിയൊക്കെ സിംഹത്തിൻ്റെത്, അങ്ങനെ സടയും ജടയും ഒക്കെ ഉണ്ട്. പക്ഷെ എങ്ങനെയോ അത് ആട്ടിൻ പറ്റത്തിൽപ്പെട്ടു. ഒരു വിസ്മൃതി. താൻ സിംഹമാണെന്നുള്ള വസ്തുത ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ താൻ സിംഹമാണെന്നുള്ള കാര്യം മറന്നുപോയി. ഒരു സിംഹം ഇത് കണ്ടു എന്നാണ്. കണ്ട അയാൾ ആട്ടിൻ പറ്റത്തിൽ നിന്നും ആ സിംഹത്തെ വേർപെടുത്തി ഒരു ദിവസം ഒരാറ്റിന്റെ കരയിൽ കൊണ്ടുപോയി, നീ വെള്ളത്തിൽ നിന്ന് നോക്ക്, നീ സിംഹമല്ല. ഈ സിംഹത്തിനി സിംഹമാകാൻ പ്രത്യേക കർമ്മം വല്ലതും ചെയ്യണമെന്നുണ്ടോ? ഒരു കർമ്മവും ചെയ്യണ്ട. ഞാൻ ആടാണെന്നുള്ള തെറ്റിദ്ധാരണ പ്രതിബന്ധം. വേറെ ഒരു പ്രതിബന്ധവുമില്ല. ഞാൻ ആടാണെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ പോലും സിംഹമാണ്. അയാൾ അറിയാതെ സിംഹമാണ്. ഇനി ആളാണെന്നുള്ള വിസ്മൃതി, സിംഹമാണെന്നുള്ള വിസ്മൃതി ഒന്ന് മാറി ഞാൻ സിംഹമാണെന്ന് ഓർമ്മിക്കണം. ഗീത 18 അധ്യായം ഉപദേശിച്ചിട്ടും അർജുനന് സാധിച്ചത് ഈ സ്മരണ വീണ്ടുകിട്ടി എന്നാണ്. വേറെ ഒന്നും ഇവിടെ കിട്ടാനില്ല. ഞാൻ ബ്രഹ്മമാണ്, ബ്രഹ്മമല്ലെന്ന് അനുഭവിക്കുമ്പോഴും ബ്രഹ്മമാണ്. ഇനി എന്ത് കർമ്മം കൊണ്ടാ ബ്രഹ്മത്തെ ഉണ്ടാക്കേണ്ടത്? ഞാൻ ബ്രഹ്മമല്ല എന്ന ആ വിസ്മൃതി, ബ്രഹ്മവിസ്മൃതി ഒന്ന് മാറ്റണം. അർജുനൻ ഇതിനെ എന്ത് പറയുന്നു? നഷ്ടോ മോഹം നഷ്ടമായി. എന്നുവെച്ചാൽ പ്രതിബന്ധം. ഞാൻ ബ്രഹ്മമല്ല, ജഡമാണ്, ഈ ജഗത്ത് ജഡമാണ് എന്ന ചിന്ത നഷ്ടമായി. ഭഗവാനെ സ്മൃതിർലബ്ധ, എനിക്ക് സ്മൃതി തിരിച്ചു കിട്ടി. പക്ഷെ ആ സ്മൃതി അനുഭവതലത്തിൽ ഉറക്കണം, അത്രേ വേണ്ടൂ. ഇതാണ് സനത്കുമാരൻ നാരദനും ഉപദേശിച്ചത്. എടോ, നീ പൂർണ്ണ വസ്തുവാണ്. ഒരു പൂർണ്ണ വസ്തു ഇവിടെ ഉണ്ടെങ്കിൽ അപൂർണമായ ഒരു വസ്തു ഉണ്ടാകാനേ സാധ്യമല്ല. പൂർണ്ണ വസ്തു ഇല്ലാത്തടത്ത് വേണ്ടേ അപൂർണത ഉണ്ടാവാൻ? അപ്പോ അപൂർണത ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ ഭ്രമം, വെറും ഭ്രമം. ഒരു ഇൻഫിനിറ്റായിട്ടൊരു വസ്തു ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഫൈനൈറ്റായിട്ട് മറ്റൊന്നും ഉണ്ടാവാൻ സാധ്യമല്ല. കാരണം ഫൈനൈറ്റ്സ് എല്ലാം ഈ ഇൻഫിനിറ്റിനകത്താണ്. ആ ഇൻഫിനിറ്റ് ഇല്ലാത്തടത്ത് വേണ്ടേ യഥാർത്ഥത്തിലുണ്ടാവാൻ? ആ ഇൻഫിനിറ്റ് ഇല്ലാത്ത ഒരു പോയിന്റ് ഏതാ? അതുകൊണ്ടാണ് നമ്മുടെ ഉപനിഷത്ത് അതിഗംഭീരമായി പറയുന്നത് പൂർണ്ണമത പൂർണ്ണമിതം അത് പൂർണ്ണം ഇത് പൂർണ്ണം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ. പൂർണ്ണ വസ്തുവിൽ നിന്നും പൂർണ്ണ വസ്തു പൊന്തിക്കാണുന്നു ഏകത്തായും മറ്റും. വെച്ചാൽ പൂർണ്ണ വസ്തുവിൽ നിന്നും ഒരു നിമിഷം പോലും വിട്ടുനിൽക്കുന്നില്ല. പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാതായ ഈ ഒരൊറ്റ മന്ത്രം ഗംഭീരമായ ജഗത്തിന്റെ പൂർണ്ണസ്ഥിതിയെ ഈ ഭൂമാവ് എന്ന് പറഞ്ഞ് സനത്കുമാരൻ ഉപദേശിച്ച ആ വസ്തുവിനെ നമുക്ക് കാട്ടിത്തരികയാണ്. പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശിഷ്യത്തെ. ഒരിക്കലും ആ പൂർണ്ണതയ്ക്ക് ഒരു കേടും സംഭവിക്കുന്നില്ല. പൂർണ്ണത്തിന് കേടുവരാൻ സാധ്യമല്ല.
പൂർണ്ണം വെച്ചാൽ സർവത്ര നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന ഏക വസ്തു, അബ്സല്യൂട്ട്, ഇൻഫിനിറ്റ്. ഇതൊന്നു മാത്രം മനനം ചെയ്ത് ധരിക്കുക. അങ്ങനെ തിങ്ങി നിൽക്കുന്ന വസ്തുവാണ് അഖണ്ഡ ബോധം. എന്തുകൊണ്ട്? ബോധമില്ലയോ? ജഗത്തില്ല. അതുകൊണ്ട് ഈ ജഗത്ത് മുഴുവൻ ബോധമാണ്. ബോധത്തിൽ അല്പദൃശ്യങ്ങൾ പൊന്തുന്നു, ബോധമായിട്ട് തന്നെ അങ്ങനെ തന്നെ നിൽക്കുന്നു. അതിൽ തിരിച്ചു ലയിക്കുന്നതായി തോന്നുന്നു. ആ തോന്നലെല്ലാം ഭ്രമം. പൂർണ്ണമായ ഒരു വസ്തുവിൽ യഥാർത്ഥത്തിൽ അങ്ങനെ പൊന്തിവരാനോ നിലനിൽക്കാനോ മാറാനോ സാധ്യമല്ല. അത് നിശ്ചലമാണ്, നിശ്ചലം. നമ്മളൊക്കെ അതാണ് വെറുതെ നമ്മളൊക്കെ ഈ കൊച്ചു ശരീരങ്ങളാണെന്ന് വിചാരിച്ച് ഈ രാഗദ്വേഷങ്ങൾ വെച്ച് പുലർത്താതെ മനസ്സിനെ മറ്റൊന്ന് കാണാനില്ല. കാണുന്നതൊക്കെ ബ്രഹ്മം. ഇതാണ് സനത്കുമാരൻ ഉപദേശിച്ചത്. മറ്റൊന്ന് കാണാനില്ല. നാന്യത് പശ്യത്തി, നാന്യത് ശൃണോതി, നാന്യത് വിജാനാതി. മറ്റൊന്ന് കാണാനില്ല, മറ്റൊന്ന് കേൾക്കാനില്ല, മറ്റൊന്ന് അനുഭവിക്കാനുമില്ല. സർവം ബ്രഹ്മമയം എന്ന് മനസ്സിനെ പഠിപ്പിച്ച് രാഗദ്വേഷങ്ങൾ മാറ്റുക. അത് കർമ്മം. ഇത് അനുഭവിക്കാനുള്ള കർമ്മമല്ല, പ്രതിബന്ധ മാറ്റമാണ്. അതുകൊണ്ട് ഉപനിഷത്തുക്കൾ ബ്രഹ്മത്തെ അവതരിപ്പിക്കുന്ന ഒരു വാക്യത്തിനും കർമ്മവുമായി ഒരു ബന്ധവുമില്ല. ഇത് വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കർമ്മം ഇല്ലാത്ത വസ്തുവാണ്. ഈ സത്യത്തിൽ കർമ്മം ഉണ്ടാവാൻ പറ്റില്ല. പൂർണ്ണമായി നിൽക്കുന്ന വസ്തുവിൽ ചലനം പോലും സാധ്യമല്ല. ഭ്രമമാണ് കർമ്മം. ഗീത അത്ഭുതകരമായി 18-ാം അധ്യായത്തിൽ ഇക്കാര്യം വിവരിക്കുന്നുണ്ട്. അത് നമ്മൾ അവസാന ദിവസം 18-ാം അധ്യായം ഒന്ന് ചർച്ച ചെയ്യും. അതുകൊണ്ട് കർമ്മമൊക്കെ നടക്കട്ടെ. കർമ്മം ഭ്രമമാണെന്നും കർമ്മം ഒരിക്കലും നമ്മുടെ ജീവിതത്തെ എത്ര ഗംഭീര കർമ്മമായാലും ധന്യമാക്കുകയില്ല എന്നും മനസ്സിലാക്കി അവസാനമെങ്കിലും കർമ്മബന്ധം മാറ്റാൻ കാമബന്ധം മാറ്റിയാൽ മതി. ആഗ്രഹമില്ല. ആഗ്രഹം ഇല്ലെങ്കിൽ വ്യക്തമായി ഈ സത്യം നമുക്ക് തെളിഞ്ഞനുഭവിക്കാറാകും. ഇനി ഈ 4-ാമത്തെ സൂത്രത്തിന്റെ ചർച്ച നാളെ കൂടെ ഉണ്ട്. നാളെ നമുക്ക് ഇക്കാര്യം ഒന്നുകൂടി വിശദമായി ചർച്ച ചെയ്യാൻ നോക്കാം. ഇതൊക്കെ വ്യക്തമായി ധരിച്ച് നമ്മുടെ ജീവിതത്തെ പൂർണ്ണ ധന്യതയിൽ എത്തിക്കാൻ ധീരമായ ഒരു ചുവടുവയ്പ് ആകട്ടെ ഈ ഗീതാമഹോത്സവം. അതിൽ ഭഗവാനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.